my name is Muhammad Ali from Manjeri. Welcome back again to our YouTube channel, Phoenix Speakers. So, our journey today is to Abu Dhabi Mohail Azir. We will do a detailed video about Mohail Azir later because it has to do with an episode video itself. Then, if we go to the video, then we will see a video. Okay? സംഗതി എന്ന് പറയുന്നത് ഇപ്പൊ കാണിച്ചു തരാം. ഇതുണ്ടോ ഒറിജിനൽ പൂക്കൾ. ഇത് നമ്മ വെച്ചതാണ് പ്ലാസ്റ്റിക് പൂക്കൾ. ഒറിജിനൽ പൂക്കൾ കടകളിൽ ഇറക്കി കൊടുക്കുക. അവർ ഓർഡർ എടുത്തിട്ടുണ്ടാവും. ആ സാധനങ്ങൾ അവരെ കടകളിൽ ഇറക്കി കൊടുക്കുകയും വിവിധ ഐറ്റം ചെടികൾ. ഇതാണോ ഒരു മരത്തിന്റെ കുറ്റിയാണിത്. ഇങ്ങനെ കണ്ടെന്താ ഒരു മരത്തിന്റെ കുറ്റിയ. ഇവിടുത്തെ സ്വദേശികളുടെ കരവിരുതാണൊക്കെ. നമ്മൾ നിസ്സാരം ഒന്നും അല്ലാതെ കിടക്കുന്ന സാധനങ്ങൾ കണ്ടോ. ഇതെന്താ അത്ഭുതം തോന്നും. മരക്കൊമ്പുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതെന്താ മരത്തിന്റെ കൊമ്പുകൾ അടുപ്പിച്ച് വെച്ച് കെട്ടിയിട്ടും മറ്റൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കിയതാണ്. എന്താ നിസ്സാരം തുരി കാഞ്ഞ് വള്ളിയാണ്. ഇത് വള്ളിയാണ്. അതാ പൂക്കൾ. അല്ല ഇത് മരത്തിന്റെ ചീട്. ഇത് മരാണ്. അതാണ് സാർ. അല്ലോ മരത്തിന്റെ വെട്ട് കഷ്ണങ്ങൾ വെച്ചിട്ട് പ്ലൈവുഡിൽ ഡിസൈൻ ചെയ്ത് വെക്കുന്നതാണ്. ഇതുണ്ടോ ഇത് കൂണുണ്ടാക്കിയതാണ്. മഷ്റൂം കൂൺ. മഷ്റൂം ഉണ്ടാക്കിയതാണ്. ഇതുണ്ടോ പല ഡിസൈൻ പല ഇതിൽ മരത്തിന്റെ ചീളുകൾ കൊണ്ടൊക്കെ ആയിട്ട് ഉണ്ടാക്കിയതാണ്. ഇതാണ് നിസ്സാര ഒരു ചാക്ക് ആണിത്. അതായത് നമ്മൾ അരിയെ കൊണ്ടുവരുന്ന നൂൽച്ചാക്കുന്നില്ല, അതിന് പോലെ ഡിസൈൻ ചെയ്ത് വെച്ചതാണ് സിമ്പിളായിട്ട്. ഇതിന്റെ വില കേട്ട് നമ്മൾ കിട്ടും. അതാണ് നല്ല വിലയാണ്. നോക്കി കരവിരുതികൾ എന്ന് പറഞ്ഞാൽ ഇതാണ്.
മരത്തിൻ്റെ പാളി ചെറിയ ചെറിയ കഷ്ണങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയത്. നമ്മൾ സ്ഥിരമായിട്ട് ലോഡ് ഇറക്കുന്നത് കൊണ്ട് നമുക്ക് ഇതിന് അവർ വീഡിയോ എടുക്കാൻ വേണ്ടി പെർമിഷൻ തന്നതാണ്. ഇതാണ് ഒറിജിനൽ പൂക്കൾ. ഒറിജിനൽ മുള്ളും ഇലയും ഉള്ള ഒറിജിനൽ പൂക്കളാണ് ഈ കാണുന്നത്. ഇതെല്ലാം ഇത് കൂളിങ്ങിൽ വെച്ചതാണ്, ഫ്രീസറിൽ വെച്ചതാണ്. ഫ്രീസറിൽ നല്ല ലൈറ്റ് മീഡിയം കൂളിങ്ങിൽ. ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ കുറച്ച് പൂക്കൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അത് തന്നെയാണ് ഒറിജിനൽ പൂക്കൾ ഞങ്ങൾ ഇറക്കി കൊടുക്കുന്നത്, കടകളിൽ ഇറക്കി കൊടുക്കുന്നത്. ഈ കാണുന്ന ഒരു ഫ്ലവർ ബേസ് ആണ്. കണ്ട, മരത്തിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചതാണ്. നമ്മൾ നിസ്സാരമായി കാണുന്ന കാര്യങ്ങൾ കൊണ്ടാണ് വളരെ കൗതുകകരമായിട്ട് കലാരൂപങ്ങൾ നിർമ്മിച്ചത്. എന്താ ഇതൊക്കെ കൂടി ഒന്നുകൂടി കാണിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചു നോക്കാം. നമുക്ക് ഇവിടെ ഉള്ളൊരു ബംഗ്ലാദേശ് സ്വദേശിയാണ്. ഇതിൻ്റെ വില എത്രയാണെന്ന് ചോദിക്കാം. अब इसका कितना? 40 റിയാൽ. 40 റിയാലാണ് ഇതിന് വില അറിയുന്നത്. 4 വിറകുകൊല്ലി മാത്രം 40 റിയാല്. ഇത് കണ്ട, ഇതുപോലെ ഉണ്ടാക്കിയതാ. അതാ ഇതിൻ്റെ കണ്ടോ, ജസ്റ്റ് വെറും ഒരു മരത്തിന്റെ കഷ്ണങ്ങൾ കൊണ്ടിട്ട് ഉണ്ടാക്കിയതാണ്. ഞാൻ തന്നെ കണ്ടിട്ട് കൗതുകം തോന്നി എനിക്ക്. കാരണം നമ്മളൊക്കെ അത്രയും നിസ്സാരമെന്ന് തോന്നിയ സാധനങ്ങൾ, അത്രയും എന്താ പറയുക, വേസ്റ്റാക്കി കളയുന്ന സാധനങ്ങൾ കൊണ്ടുവരെ ഇവിടെ പല അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം. മരത്തിന്റെ കൊമ്പുകളുടെ മുകളിൽ പുതിയ വെറൈറ്റി ഉണ്ടാക്കിയിട്ട്, മരത്തിന്റെ സാധാരണ കൊമ്പ് ഇതുപോലത്തെ കൊമ്പ് അതിന്റെ മുകളിലാണ് ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത്. ഓരോ കഴിവുകൾ ഭയങ്കര അപാരം തന്നെയാണ്. ഇതെന്താണെന്ന് ഈ കാണുന്നത് എന്താ പറയുക, ജസ്റ്റ് വെരി സിമ്പിളായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഒരു കുപ്പിയാണിത്. ഇത് ഉള്ളിൽ പെയിന്റ് എടുത്തിട്ട് കുലുക്കിയിട്ട് ഒഴിവാക്കി. വേണ്ട, സാധാരണ ഒരു കുപ്പി. അതിലേക്ക് കമ്പി കൊണ്ട് വളച്ചിട്ട് ഒരു കയ്യും കൊടുത്തു. അത് ഷോക്കേസിൽ വെച്ചാൽ അതിൻ്റെ പൈസ എത്രയായി? ഇത് ജസ്റ്റ് എന്താ പറയുക, മെഴുകാണിത്. അതിന് മുകളിൽ ഡെക്കറേഷൻ ചെയ്തതാ, പലവിധം മെഴുകുകൾ. ഇതൊന്നും നമ്മൾ ഇറക്കുന്നത് ഫ്രഷ് പൂക്കൾ മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന ഫ്രഷ് പൂക്കൾ മാത്രമേ നമ്മൾ ഇറക്കുന്നുള്ളൂ. അത് ജിദ്ദയിൽ നിന്ന് പല ഭാഗങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഞാൻ പോകുന്ന ഭാഗങ്ങളാണ് അബഹ, കമീസ് മുഷൈത്ത്, സക്കാക്ക, ജിസാൻ, തബൂക്ക് തുടങ്ങിയ റിയാദ് തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ. ഓക്കെ, ഇതാണ്. മറ്റൊന്ന് കാണണം, ജസ്റ്റ് ഒരു വൈക്കോൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. വൈക്കോൽ ചുരുട്ടി ഒരു പന്ത് പോലെയാക്കി വെച്ചതാണ്. ഇതണ്ട, അതിമനോഹരം അല്ലേ? ടൗണ് കണ്ടില്ല, അലങ്കരിച്ച് അതിമനോഹരമായിട്ട് അലങ്കരിച്ച് പൂച്ചെടികളും മറ്റൊക്കെ ആയിട്ട് വെച്ച് പിടിപ്പിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് കാണാൻ. ഇവിടുത്തെ കാലാവസ്ഥ പോലത്തെയാണ് ഇവിടുത്തെ ടൗണും. നല്ല ഫ്ലവർ ഷോ മറ്റൊക്കെ നടക്കുന്നത്. നമ്മുടെ ഊട്ടിയിലെ പോലെ ഫ്ലവർ ഷോ ഒക്കെ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. അതിനൊക്കെ
റോസ്റ്റ് നടക്കുന്ന ഏറ്റവും നല്ല റോസ്റ്റ് നടക്കുന്ന സ്ഥലങ്ങളിലൊന്നാണിത്. അതിമനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഡിസൈൻ ചെയ്ത് ഡെക്കറേഷൻ ചെയ്ത് അടുത്ത് നമുക്ക് നേരെ പോകുന്നത് ഖമീസ് മുഷീദ്. ഏകദേശം 45 കിലോമീറ്റർ ഇവിടുന്ന് ദൂരത്ത് ഖമീസ് മുഷീദ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അതിമനോഹരമായിട്ടൊരു പള്ളി കാണിക്കുക. മിസ്രി പള്ളിയാണ് ഇതിൽ പറയാറുള്ളത്. അതെന്താ അതിന്റെ പൊരുൾ തന്നെ എനിക്കറിയില്ല. എന്തായാലും അതിമനോഹരമായ ഒരു പള്ളി കാണിക്കാം. നല്ല ഭംഗിയുള്ളൊരു പള്ളി. ഇതാണ് അബഹയിലെ മിസ്രി പള്ളി എന്ന് പറയുന്നത്. ഇത് എൻ്റെ കൂട്ടുകാരൻ ഉണ്ടായിരുന്നു, അവൻ പറഞ്ഞു തന്ന പേരാണ്. സൗദി അറേബ്യയിലെ റോഡുകളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ക്യാമറകൾ തലങ്ങും വിലങ്ങും ഉണ്ടാവും. ഈ കാണുന്ന ഇതുപോലത്തെ ബോർഡിന്റെ മുകളിൽ, അതുപോലത്തെ ഇത് പാസേജാണ്, അതിന്റെ മുകളിൽ അല്ലെങ്കിൽ റൂട്ട് ബോർഡിന്റെ മുകളിലും ഒക്കെ ക്യാമറകൾ ഉണ്ടാവും. അത് ക്യാമറ മാത്രം ഈ തിരക്കില്ല. സീറ്റ് ബെൽറ്റ്, മൊബൈൽ ക്യാമറ, അതായത് മൊബൈല് അതിനുള്ള ക്യാമറ, അത് ബോർഡിന് മുകളിൽ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഒരു 5 കിലോമീറ്ററിലാണ് അതുണ്ടാവും. അതിന് കഴിഞ്ഞ് ഇതിന്റെ ഇടയിൽ കുട്ടി തേങ്ങട്ട പോലെ എന്ന് പറയാം നമ്മൾക്ക്. അതുപോലെ സ്പീഡ് ക്യാമറ അത് വേറെ ഉണ്ടാവും. 80 കിലോമീറ്ററാണ് ലോഡ് വാഹനങ്ങൾക്കുള്ള വേഗപരിധി. ചിലതിൽ 40-50 വരെ ഉണ്ടാവും. അതിന് മുകളിലേക്ക് പോയാൽ ക്യാമറ അടിക്കും. നമ്മുടെ നാടുകളിലൊക്കെ ബൈക്കുകളിൽ ചീറിപ്പാഞ്ഞ് പോകുന്നതാണ്. എന്താ 200-220 നല്ല സ്റ്റാൻഡിങ് ബൈക്കിലൊക്കെ പോകുന്നത് കാണാം. പക്ഷെ അതിനൊക്കെ തടയിടണമെങ്കിൽ എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള ക്യാമറകൾ സ്ഥാപിക്കണം. റഡാർ ക്യാമറകൾ. ഒരു ക്യാമറ അല്ല ഇവിടെ സ്ഥാപിക്കുന്നത്, റഡാറാണ്. അതിൽ നിന്ന് നമ്മൾ മൊബൈൽ ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ ഒക്കെ അവര് ഒപ്പിയെടുത്തിട്ട് നമുക്ക് അതിന്റെ ഫൈൽ മൊബൈലിലേക്ക് മെസ്സേജ് വരെ ചെയ്യുന്നത്.
അതിന്റെ ഓരോന്നിനും ഓരോ ഫൈൻ ഉണ്ട്. നമ്മുടെ മൊബൈലിലേക്ക് മെസ്സേജ് വരികയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഓവർ സ്പീഡിന് നമ്മുടെ നാട്ടില് ഒരു സംവിധാനം ഏർപ്പെടുത്തണമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് വിദേശ രാജ്യമാണ്, അല്ലെങ്കിൽ ഇത് രാജഭരണ സ്ഥലമാണ്, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലമാണെന്ന് പറയുന്നവരുണ്ടാവും. പക്ഷെ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് പോസിബിൾ ആക്കാൻ പറ്റില്ല? അത് എത്രയും പെടുന്നത് എല്ലാ ഭാഗങ്ങളിലും, ടൗണിൽ നിന്നോ പറ്റുന്നില്ല, എല്ലാ ഭാഗങ്ങളും ഇതുപോലെ പോസിബിൾ ആക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും എന്നാണ് എന്റെ അഭിപ്രായം. ഇതുകൊണ്ട് 5 കിലോമീറ്റർ ആയിട്ടില്ല, അതിനു മുമ്പ് കണ്ടോ ക്യാമറ ഉണ്ടോ? ഇതുപോലെ കാലുകളിൽ ക്യാമറ കൊടുത്തിട്ടുണ്ടാവും. ഈ കാണുന്നത് ക്യാമറ റഡാറാണ്. അതുണ്ടാവും. പോരാത്ത റോഡിന്റെ സൈഡിലായിട്ട് ബോക്സുകളിലായിട്ട് ഒരു നഗരത്തിന്റെ പെട്ടിയിലായിട്ട് ക്യാമറ വേറെ ഉണ്ടാവും സ്പീഡിനായിട്ട്. അത് ഇപ്പൊ ഈ വാഹനത്തിന് 70 കിലോമീറ്റർ വേഗതയാണ് പറയുന്നത്, ലോഡ് വാഹനങ്ങൾക്ക്. മറ്റുള്ള വാഹനങ്ങൾക്ക് 100 വേഗതയാണ്, 100 സ്പീഡാണ് വേഗത. അത് ലംഘിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഓട്ടോമാറ്റിക്കലി ക്യാമറ അടിക്കും. അങ്ങനെയുള്ള സംവിധാനം നമ്മുടെ നാട്ടിൽ വരികയാണെങ്കിൽ, നമ്മുടെ നാട് വാഹനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്, റോഡിന് വീതിയില്ല, എങ്കിലും അപകടങ്ങൾ ഒരുപാട് ഒഴിവാക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. അത് ഞാൻ ഇവിടെ അധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നോ കൂടിയായിട്ടാണ് ഞാനത് ഇവിടെ അവതരിപ്പിക്കുന്നത്. ആരെങ്കിലും ഈ വീഡിയോ അവരുടെ കയ്യിൽ പെടുകയാണെങ്കിൽ ഒരുപക്ഷെ, പ്രത്യേകിച്ച് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരൊക്കെ നമ്മുടെ ഇതില് നിയമമായിട്ട് ടൂറിസം വകുപ്പിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ നിലവിൽ ഇത് വന്നുകൂടുകയില്ല. അതായത് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കായിക്കൂടുകയില്ല. അതുകൊണ്ടാണ് വീണ്ടും എടുത്തു പറയാൻ കാരണം. അതുപോലെ എടുത്തു പറയേണ്ട കാര്യമാണ് നമ്മുടെ നാട്ടിലെ റോഡ്. ഇവിടുത്തെ റോഡും നമ്മുടെ നാട്ടിലെ റോഡുകളും. ഇവിടുത്തെ റോഡ് കണ്ട ഒരു കുണ്ടും കുഴിയും മറ്റൊന്നില്ല. വളരെ ഉള്ളോട്ടുള്ള റോഡുകൾ മാത്രമേ തകരാറുണ്ടാവും. മെയിൻ റോഡുകൾ കുണ്ടും കുഴിയും മറ്റൊക്കെ വളരെ കുറവാണ്. അതുപോലെ നമ്മുടെ റോഡ് നന്നായി വരുന്നുണ്ട്, പക്ഷെ ഇപ്പോഴും അങ്ങോട്ട് ആയിട്ടില്ല. ഒന്നുകൂടി മെച്ചപ്പെടാനുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൂടെ ശ്രദ്ധിക്കണം എന്നാണ്. അത് യാതൊരു അഴിമതിയോ കാര്യമില്ലാതെ ഇങ്ങനെ ക്യാമറ വെക്കുന്നത് കൊണ്ട് നമ്മുടെ ഗവൺമെന്റിന്റെ ലാഭമുള്ളത്. ഡയറക്റ്റ് മെസ്സേജ് നമുക്ക് വരും. നമ്മുടെ മൊബൈലിലേക്കോ വീട്ടിലേക്കോ ലെറ്ററോ അല്ലെങ്കിൽ മെസ്സേജോ വരും. നമ്മുടെ മൊബൈൽ നമ്പറും വാഹനമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് വന്നിരിക്കും. ആ പൈസ അവർ നേരെ കോടതിയിൽ കിട്ടണം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് അടക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തണം. അതാണ് വേണ്ടത്. ഒരുപാട് അഴിമതികൾ അങ്ങനെ തന്നെ കുറയാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ക്യാമറയാണ്, അതുപോലെ അപ്പുറത്തെ സൈഡിലും ഉണ്ടാവും. ഒരുപക്ഷെ ഈ വീഡിയോ ഇടുമ്പോൾ പലർക്കും എന്നോട് ദേഷ്യം തോന്നിയേക്കാം. നമ്മുടെ നാടിന്റെ, അതായത് നമ്മുടെ നാട്ടിൽ വികസനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഗവൺമെന്റിലേക്ക് ഡയറക്റ്റ് സമ്പത്ത് വരുമ്പോൾ, പൈസ വരുമ്പോൾ അത് വെച്ച് നമുക്ക് നാട് വികസിപ്പിക്കാൻ സാധിക്കും. മറ്റൊരു വാഹനം അവരുടെ പേരിൽ അവർ മൊബൈലിൽ ലിങ്ക് ചെയ്തിരിക്കണം. അങ്ങനെയുണ്ട്. ഒരുപാട് ഉപകാരങ്ങളുണ്ട് ഇതുകൊണ്ട്. വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്നത് വേഗപരിധി നിയന്ത്രിക്കുക. ഇപ്പൊ കാറുകൾക്ക് ഇവിടെ ചില റോഡുകൾ 80, ചില 100, 120, 140 വരെ ഉണ്ട്. ആ റോഡിന്റെ എന്താണ് അതിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച്, അല്ലെങ്കിൽ അതിന്റെ ഘടനയനുസരിച്ച് വേണം വേഗപരിധി നിയന്ത്രിക്കാൻ, വേഗപരിധി നിശ്ചയിക്കാൻ. പറയുന്നത് ചിലപ്പോൾ തെറ്റുകൾ ഉണ്ടാവും, ദയവായി ക്ഷമിക്കുക. ഈ വീഡിയോയിൽ നമ്മൾ ചില കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. നമ്മൾ വീഡിയോ ചെയ്ത് വെറുതെ വീഡിയോ ചെയ്ത് പോകുന്നതിന്റെ ഇടയിൽ ചില കാര്യങ്ങൾ കൂടി എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. നാടിന്റെ വികസനം കൂടി ഇതിൽ ഞാൻ കാണുന്നു. അതായത് മാറ്റം വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളെ ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ വലതുഭാഗത്തേക്ക് കാണുന്ന അബഹ എയർപോർട്ടിലേക്കുള്ള വഴിയും ഇടതുഭാഗത്തേക്ക് നേരെ ഖമീസ് മുഷൈത്ത് എന്ന സ്ഥലത്തേക്കുള്ള വഴിയുമാണ്. ഇത് അബഹ എയർപോർട്ടിലേക്കുള്ള വഴിയും നേരെ കാണുന്നത് ഖമീസ് മുഷൈത്ത്.
ഇനി നമുക്ക് പുതിയൊരു വഴിയിലൂടെ തിരിച്ചു പോകാം, ദർബ് വഴി. അപ്പോൾ ഇതാണ് അബഹയിൽ നിന്ന് ഇറങ്ങുന്ന രണ്ടാമത്തെ വഴി, അതായത് ദർബ് വഴി. ജിസാനിലേക്കൊക്കെ പോകുന്ന എളുപ്പ വഴിയാണിത്. മധുവത്തിന് റോഡാണ്. ഇരുമ്പിന്റെ പാലങ്ങളൊക്കെ ഉണ്ട്. ഇത് പഴയ റോഡാണ്. ഇവിടെ ഈ സൈഡിൽ കാണുന്നത് പഴയ റോഡാണ്. ഇരുമ്പിന്റെ ബീമുകൾ കൊണ്ടാണ് ഇതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ കുണ്ടത് മലയാളാണിത്. ഈ റോഡിലും 3-4 തുരങ്കങ്ങളുണ്ട്, ടണലുകൾ. ഇത് പഴയ റോഡ്. മലകൾക്ക് ചുറ്റും അതിലിങ്ങനെ ഇറങ്ങിയിട്ട് ഒരുപാട് താഴ്ചയിലൊക്കെ പോകുന്നത്. പാറകള് ഇടിഞ്ഞു വീഴാതിരിക്കാൻ സിമെന്റ് കൊണ്ട് സ്പ്രേ ചെയ്തിരിക്കുക. സിമെന്റ് കട്ടിയിൽ കലക്കിയിട്ട് മെഷീനറി വെച്ചിട്ട് സ്പ്രേ ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ്, മണ്ണിടിച്ചിൽ തടയാൻ വേണ്ടിയിട്ട്. അവിടേക്കാണ് നമുക്ക് എത്തേണ്ടത്. അവിടെ കാണുന്ന അവിടേക്കാണ് നമുക്ക് എത്തേണ്ടത്. ആ കാണുന്നത് അവിടെ എത്തണം. ഇതാണ് കുരങ്ങന്മാര്. പാലം കാണുന്നുണ്ടാവും. പാലം കാണുന്നില്ല. അടിയിൽ ഇരുമ്പ് വെച്ചിട്ട് സിമെന്റ് ബീം വെച്ച് കൊടുത്തതാണ്. അതവിടെ എങ്ങനെ പോകുന്നുണ്ട്, അവിടെ ഉണ്ട് ആ പാലം. അത് അവിടുന്ന് അങ്ങനെ ഇറങ്ങി വരികയും റോഡ് കാണുന്നതാണ്. അങ്ങ് ദൂരെ ആയിട്ട്, അവിടെ വളരെ ദൂരമായിട്ട് കാണാം. അവിടെ എത്തണം. പിന്നീട് അത് അവിടെ വീണ്ടും പോകാണ്ട്, ഏകദേശം അവിടെ എത്തണം. ഈ പാലങ്ങൾ കണ്ടില്ലേ, ഇരുമ്പിന്റെ തൂണുകൾ കൊണ്ട് പ്രത്യേകം നിർമ്മിച്ചതാണത്. അടിയിൽ നിന്ന് റോഡ് പോകുന്ന അത്രയും ഹൈറ്റിലാണ്, എത്രയോ ഹൈറ്റിലാണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല ഹൈറ്റിലാണ് ഈ പാലം കിടക്കുന്നത്. കാഴ്ചയിലേക്ക് നമുക്ക് വീണ്ടും പോകാനുണ്ട്. ഇതാണ് അൽദർബ് ചുരം. നല്ല നമ്മളെ ഊട്ടിലേക്ക് ചെന്ന പോലെയാണ്. നല്ല തണുത്ത കാറ്റും
അടുത്ത കാലാവസ്ഥയും നല്ല രസമുള്ള സ്ഥലം കൂടെയാണ്. കുന്നുമലയാണ് എങ്കിലും കാഴ്ചയിൽ നല്ല സ്ഥലമാണ്. കുന്നുമലയാണെങ്കിൽ കൂടി അത് കാണാൻ ഒരു ഭംഗിയുള്ള സ്ഥലമാണ്. ഇതാണ് നമ്മളെ കൂടെയുള്ള നമ്മളെ സഹ ഡ്രൈവർ, മലപ്പുറംകാരനാണ്. നമ്മൾ അബഹയിലേക്ക് പോയത് മൊഹായിൽ അസീർ വഴിയാണ്, തിരിച്ചിറങ്ങുന്നത് ദർബ് വഴിയുമാണ്. രണ്ടും രണ്ട് വഴിയാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, അബഹയിലേക്ക് പോകുമ്പോഴും തിരിച്ചിറങ്ങുമ്പോഴും രണ്ട് ഭാഗത്തായിട്ടും ചെക്ക് പോസ്റ്റുകളുണ്ട്. അവിടെ എൻ്റർ ചെയ്തിട്ട് മാത്രമേ താഴെ വരാവൂ. ഇതാണ് കുരങ്ങന്മാരിവിടെ. കൊക്കയാണ് ഈ ഭാഗത്ത് കാണുന്നത്. അയാൾക്ക് നോക്കിയാൽ തന്നെ പേടിയാവും, അത്രയും വലിയ കൊക്കയാണ്. മഴവെള്ളം ഒലിച്ചു പോകാനുള്ള സ്ഥലമാണ് ഇത്. മഴ അഗാധമായ കാഴ്ചയിലാണ് ഈ സ്ഥലം. അതവിടെ കാണാൻ കൃഷി ചെയ്യുന്നത്. എന്താണ് കൃഷി എന്നറിയില്ല, അവിടെ നല്ല കൃഷി ചെയ്യുന്നത് കാണാം. മുകളിൽ നിന്നും കല്ലോ പാറ ഇടിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടി പ്രത്യേക സിമെന്റ് വെച്ചിട്ട് അതിൽ കോൺക്രീറ്റ് ചെയ്ത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. കമ്പി അടിച്ചിട്ട് ഇപ്പോഴത്തെ നെറ്റിട്ടിട്ട് കമ്പി അടിച്ചിട്ടുണ്ട്. അത് വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണത്. ആകെ കല്ല് സിമെന്റോട് കെട്ടിയിട്ടുള്ള അതിൻ്റെ ഇടയിൽ കമ്പിയാണ്. ഇതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ സിമെന്റ് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കും. സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ബലം കിട്ടും. ഇതാണ് പുഴ. വെള്ളം ഒഴുകി പോകാനുള്ള പുഴയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല ശക്തമായ മഴ ഉണ്ടാവും. ആ മഴയിൽ സ്ഥിരമായിട്ട് അധിക ദിവസങ്ങളും ഉണ്ടാവും. അപ്പോൾ വെള്ളം വലിച്ചിറങ്ങാനുള്ള ഇത്. ഇതിന് അറബിയിൽ വാദി എന്നാണ് പറയാ. ചുരത്തിന് പറയാ അക്കബ എന്ന് പറയും. ചുരത്തിന് അറബിയിൽ അക്കബ എന്ന് പറയും. ഒരു പഴയ ഒരു ഇരുമ്പ് പാലം കാണാം. ഒരുപാടായിട്ട് പഴക്കമുള്ള ഒരു ഇരുമ്പ് പാലം കാണാം. പൂർണ്ണമായിട്ട് ഇരുമ്പിൽ നിർമ്മിച്ച പാലമായിട്ട് അതിന് മുകളിൽ കോൺക്രീറ്റും സംവിധാനം കൊടുത്തിട്ടുണ്ട്. അതില് മത്തന്, കുമ്പളങ്ങ, അതുപോലെ തന്നെ ചോളം, അതുപോലെ ഈ തീറ്റപ്പുല്ല്,
കന്നുകാലികൾക്ക് കൊടുക്കണം തീറ്റ പുല്ല്. നല്ല കൃഷി വളരുന്ന സ്ഥലമാണ്. നല്ല നാട്ടിൽ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ അതേ കാലാവസ്ഥയാണ് ഇവിടെ. തണുപ്പ്, നല്ല തണുപ്പുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത തണുപ്പുണ്ട്. അടിക്കുന്നതോറും ക്ലൈമറ്റ് മാറി വരും, കാലാവസ്ഥ മാറി വരും. അപ്പോൾ കേരളത്തിലെ കാലാവസ്ഥയിൽ വരും. അവിടെ നല്ല കൃഷി ഉണ്ടാവുകയും ചെയ്യും. ഈ മലന്റെ മുകളിലൊക്കെ നോക്കിയാൽ നല്ല പുല്ലുകൾ മുളച്ചെടുക്കുന്നതാണ്, പച്ചപ്പുല്ല്. ഈ നിങ്ങൾ കാണുന്നത് കൗതുകപരമായിട്ടുള്ള ഒരു സാധനമാണ്. അതായത് നമ്മുടെ നാട്ടിൽ കാണുന്ന ചെണ്ടുമല്ലി, പൂപ്പി അതുപോലെയുള്ള ചെടികളൊക്കെയാണ്. അതാണ് മുമ്പ് ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയാണ് എന്ന്. കണ്ടില്ലേ, ചെണ്ടുമല്ലി, പൂപ്പി അതുപോലെ പല ചെടികളും നോക്കൂ, എന്ത് ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ ബോഗൺവില്ല, ലെങ്കാന, അത് പറഞ്ഞാൽ ഒട്ടനവധി നാട്ടിലെ നഴ്സറികളിൽ ചെന്ന പോലെയാണ്. ഒട്ടനവധി ചെടികൾ ഇവിടെ കാണാൻ പറ്റും. എന്ത് ഭംഗിയുണ്ട്, ഒന്ന് കണ്ടു നോക്കൂ. അവസ്ഥയാണത്. വണ്ടി വരുന്നില്ല, വെയിലൊക്കെ നിൽക്കുന്നത്. അതൊക്കെയാണ് സൗദി അറേബ്യ കാണുന്നത്. വണ്ടി വരുന്നില്ല, അല്ലെങ്കിൽ വെയിൽ കൊണ്ടിട്ട് പണിയെടുക്കണം. അത്രയും കഷ്ടപ്പെട്ടിട്ടൊക്കെ പ്രവാസികൾ, അധിക പ്രവാസികൾ ജോലി ചെയ്യുന്നു. ഇത് പുതിയ തുരങ്കം, പഴയ തുരങ്കം തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട്. നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് എനിക്കും വീഡിയോയിൽ എടുക്കാൻ പറ്റുന്നില്ല. ഇറങ്ങി കഴിഞ്ഞിട്ടില്ല, ഇനിയും പോകാൻ ഏകദേശം 10-20 കിലോമീറ്ററോളം പോകാനുണ്ട്. സ്പീഡ് ക്യാമറ. ഈ കണ്ടില്ല, ഈ പെട്ടി, ആ ലൈറ്റുള്ള പെട്ടി. അങ്ങനെ ഏകദേശം ചുരത്തിന്റെ അടിഭാഗത്ത് എത്താറായി എന്നല്ല, എത്തിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എങ്ങനെ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അത് പുതിയതായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്നമർത്തി അതിൻ്റെ കൂടെയുള്ള ബെല്ല് ഐക്കൺ ഒന്ന് ഞെക്കി പൊടിച്ചേക്കും. ഈ കാട് പോലെ കാണുന്ന ഇതാണ് നല്ല മാവിൻ്റെ തോട്ടം. നല്ല പൂത്ത് കായ്ക്കാനായി നിൽക്കുന്ന മാവിൻ തോട്ടം കാണാം.
നമ്മുടെ നാട്ടിൽ 4 ചുമരുകൾക്കിടയിൽ ഒരുപാട് ആളുകൾ ഇതുപോലത്തെ വീഡിയോ ആശ്രയിച്ച് കഴിയുന്നവരുണ്ട്. അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ വിജയിപ്പിച്ച് തരണമെന്ന് അപേക്ഷിക്കുന്നു. ഇതുപോലെയുള്ള കിടിലൻ വീഡിയോയുമായി ഇനിയും വരാം. അതുവരേക്കും നമുക്ക് വിട പറയാം. ഓക്കെ, വീണ്ടും കാണാം. ബൈ.